സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, നമ്മൾക്ക് പുനർജന്മം ഉണ്ടോ? മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ജനിക്കുന്നുണ്ടോ? മരണത്തിന് ശേഷം മറ്റൊരു ജീവൻ നമ്മൾക്ക് ഉണ്ടോ? അതോ നമ്മൾ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യവും അതോടുകൂടി കഴിഞ്ഞു എന്നുള്ള സംശയങ്ങൾ പലർക്കും ഉണ്ടാകുന്നതാണ്. ഇതിനെ പറ്റിയിട്ട് ആയുർവേദം എന്താണ് പറയുന്നത് എന്ന് നമ്മൾക്ക് നോക്കാം. ഓരോ വ്യക്തിയും 3 കാര്യങ്ങളിൽ എപ്പോഴും ശ്രദ്ധ പതിപ്പിക്കണം എന്നാണ് ആയുർവേദം പറയുന്നത്. ഒന്നാമത്, സ്വന്തം പ്രാണനെ നിലനിർത്താനുള്ള ശ്രദ്ധ എല്ലാ സമയത്തും നമ്മൾ നോക്കണം. അതായത് രോഗങ്ങളില്ലാതെ സ്വസ്ഥനായിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. രണ്ടാമത് പറയുന്നത്, ധനം നമ്മൾ നേടാൻ ശ്രമിക്കണം. കാരണം ധനം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് പ്രാണനെ രക്ഷിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത്, പരലോകത്തിൽ നമ്മൾ ശ്രദ്ധ പുലർത്തണം. അതായത് വരുന്ന ജന്മങ്ങളിലേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ തന്നെ നമ്മൾ ചെയ്തു തുടങ്ങണം എന്നാണ് പറയുന്നത്. എന്തുകൊണ്ട് പുനർജന്മം നമ്മൾക്ക് ഉണ്ട് എന്നതിനെ പറ്റിയിട്ട് ആയുർവേദം 10 കാര്യങ്ങളാണ് പറയുന്നത്. പുനർജന്മം ഉണ്ട് എന്ന് ആയുർവേദം പറയുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം എന്നുള്ളത്, നമ്മൾ അറിയുന്നത് കുറവും അറിയാത്തത് കൂടുതലും ആണ് എന്നാണ്. ആയുർവേദത്തിൻ്റെ ഭാഷയിൽ പ്രത്യക്ഷം കുറവും അപ്രത്യക്ഷം കൂടുതലും ആണ്. നമ്മൾ കാണുന്നതും അതേപോലെ തന്നെ കേൾക്കുന്നതും ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ ചുരുക്കമാണ്. നമ്മൾ അറിയുന്ന കാര്യങ്ങളും വളരെ ചുരുക്കമാണ്. ഉദാഹരണമായിട്ട്, നമ്മൾ ഈ ശരീരത്തിൽ തന്നെ ഇരിക്കുന്നു. എത്രയോ കാലമായിട്ട് നമ്മൾക്ക് ഈ ശരീരത്തിൽ തന്നെയാണ് ഉള്ളത്. നമ്മൾ ഇതുവരെ തന്നെ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും പഠിച്ചതെല്ലാം നമ്മൾ ഒന്ന് മറക്കുക. മറന്നതിന് ശേഷം ഒന്ന് ചിന്തിക്കുക, നമ്മൾക്ക് സ്വയം ഈ ശരീരത്തെപ്പറ്റി, മനസ്സിനെപ്പറ്റി, നമ്മുടെ അനുഭവത്തിൽ എന്ത് മനസ്സിലായി എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാവും, നമ്മൾക്ക് നമ്മളെക്കുറിച്ചിട്ട് ഒന്നും തന്നെ അറിയില്ല. ഉദാഹരണമായിട്ട്, നമ്മുടെ മനസ്സ് എങ്ങനെയാണ് ജോലി ചെയ്യുന്നത് എന്ന് നമ്മൾക്കറിയില്ല. നമ്മുടെ ശരീരം എങ്ങനെ ജോലി ചെയ്യുന്നു എന്ന് നമ്മൾക്ക് അറിയുന്നില്ല. ശരീരവും മനസ്സും ഒരുമിച്ച് എങ്ങനെയാണ് പ്രതിപ്രവർത്തിക്കുന്നത് എന്നതിനെ പറ്റിയിട്ടും നമ്മൾ അറിയുന്നില്ല. നമ്മൾക്ക് നമ്മുടെ മനസ്സിനെ തന്നെ നമ്മൾക്ക് അറിയാൻ സാധിക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് മനസ്സിന് അപ്പുറത്തുള്ള, ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറത്തുള്ള സൂക്ഷ്മമായിട്ടുള്ള വിഷയങ്ങളെ നമ്മൾക്ക് അറിയാൻ സാധിക്കുക? അതുകൊണ്ടാണ് ആയുർവേദം പറയുന്നത്, നമ്മൾ അറിയാത്തതാണ് കൂടുതൽ, അറിയുന്നത് വളരെ കുറവ് എന്ന് പറയാനുള്ള കാരണം. ഈ സത്യം അറിയാത്തത് കൊണ്ടാണ് ചില ആൾക്കാർ പറയുന്നത്, എനിക്ക് എല്ലാം തന്നെ അറിയാം, ഒട്ടും തന്നെ പുനർജന്മമില്ല, നമ്മൾ ഈ ജീവിതം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ആൾക്കാർ അത്തരത്തിലുള്ളവരാണ്. അവർക്ക് അവരവരെക്കുറിച്ച് തന്നെ ഒന്നും തന്നെ അറിയുന്നില്ല. പിന്നെ അവരുടെ ശരീരത്തിനും മനസ്സിനും അപ്പുറത്തുള്ള കാര്യങ്ങളെപ്പറ്റി അവർക്ക് എന്തറിയാനാണ്? രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇന്ദ്രിയങ്ങൾ നമ്മൾ അറിയുന്നത് വരെ അപ്രത്യക്ഷമാണ് എന്നുള്ള കാര്യമാണ്. ഉദാഹരണമായിട്ട്, നമ്മൾ എന്തെങ്കിലും ചിന്തിക്കുകയാണെങ്കിൽ ചിലപ്പോൾ പുറമെയുള്ള പല വസ്തുക്കളെയും നമ്മൾക്ക് കാണാൻ സാധിച്ചു എന്ന് വരില്ല. അതേപോലെ തന്നെ ശബ്ദങ്ങൾ നമ്മൾക്ക് കേൾക്കാൻ സാധിച്ചു എന്ന് വരില്ല. അതിനർത്ഥം പുറമെയുള്ള ദൃശ്യങ്ങൾ അല്ലെങ്കിൽ ശബ്ദങ്ങൾ ഇല്ല എന്നല്ല, പക്ഷേ ആ സമയത്ത് നമ്മൾ ആ കാര്യങ്ങളെ അറിയുന്നില്ല എന്നതാണ് സത്യം. മനസ്സ് വളരെ സൂക്ഷ്മമാകാത്ത ഇടത്തോളം കാലം നമ്മൾക്ക് സൂക്ഷ്മ സത്യങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. മൂന്നാമത്തെ കാര്യം, വളരെ അടുത്തുള്ള കാര്യങ്ങൾ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നില്ല. അതേപോലെ തന്നെ ദൂരെയുള്ള കാര്യങ്ങളെയും നമ്മൾക്ക് കാണാൻ സാധിക്കുന്നില്ല. അതുകൂടാതെ ഏതെങ്കിലും കാര്യങ്ങൾ കൊണ്ട് മറഞ്ഞിരിക്കുന്നത് കൊണ്ടും നമ്മൾക്ക് അതിനെ കാണാൻ സാധിക്കുന്നില്ല. ഉദാഹരണമായിട്ട്, നമ്മളുടെ കണ്ണിൽ എഴുതിയിരിക്കുന്ന അഞ്ജനം അല്ലെങ്കിൽ മഷി നമ്മൾക്ക് ഒരിക്കലും കാണാൻ സാധിക്കില്ല. അതിൻ്റെ അർത്ഥം അവിടെ അഞ്ജനം ഇല്ല എന്നല്ല. അഞ്ജനം അവിടെ ഉണ്ട്, പക്ഷേ നമ്മൾക്ക് അടുത്തായത് കാരണം നമ്മൾക്ക് കാണാൻ സാധിക്കുന്നില്ല. അതേപോലെ തന്നെ ആകാശത്തിൽ ദൂരെ പറക്കുന്ന ഒരു പക്ഷിയെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നില്ല. അതിൻ്റെ അർത്ഥം അവിടെ പക്ഷി ഇല്ല എന്നല്ല, പക്ഷേ അത് വളരെ ദൂരെ ആയതുകൊണ്ട് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നില്ല. എന്തെങ്കിലും കൊണ്ട് മറഞ്ഞിരിക്കുന്നത് കൊണ്ട് നമ്മൾക്ക് കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നില്ല. ഉദാഹരണമായിട്ട്, ചർമ്മം മറഞ്ഞിരിക്കുന്നത് കൊണ്ട് നമ്മൾക്ക് ഉള്ളിലുള്ള അവയവങ്ങളെ നേരിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നില്ല. അതിനർത്ഥം ഉള്ളിൽ അവയവങ്ങൾ ഇല്ല എന്നല്ല, തീർച്ചയായിട്ടും ഉണ്ട്, പക്ഷേ ആവരണം കൊണ്ട് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നില്ല. അതേപോലെ തന്നെ മനസ്സിൽ അജ്ഞാനമായിട്ടുള്ള രാഗദ്വേഷ മോഹം തുടങ്ങിയ ആവരണങ്ങൾ ഉള്ളതുകൊണ്ട് നമ്മൾക്കൊരിക്കലും ആത്മാവിനെ അറിയാൻ കഴിയുന്നില്ല. അതുകൂടാതെ പുനർജന്മം ഉണ്ട് എന്നുള്ള സത്യത്തെയും നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അതുകൂടാതെ പൂർവ്വജന്മ സ്മരണകളും നമ്മൾക്ക് ഈ സമയത്ത് ഉണ്ടാകുന്നതല്ല. നാലാമത്തെ കാരണം എന്ന് പറയുന്നത്, നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ ദുർബലത തന്നെയാണ്.
നമ്മൾക്ക് കാണാനും കേൾക്കാനും മണക്കാനും രുചിക്കാനും സ്പർശിക്കാനും ചിന്തിക്കാനും പറ്റുന്ന കാര്യങ്ങൾ വളരെ ചുരുക്കമാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങൾ അത്ര വികസിച്ചിട്ടുള്ളതല്ല. ഉദാഹരണമായിട്ട് ഒരുപാട് ചെറിയ ചെറിയ ഗന്ധങ്ങളുണ്ട്, നമ്മൾക്കൊരിക്കലും തിരിച്ചറിയാൻ സാധിക്കില്ല. പക്ഷേ ഒരു നായ അല്ലെങ്കിൽ പൂച്ചയ്ക്ക് അതിനെ വളരെ വ്യക്തമായിട്ട് തിരിച്ചറിയാൻ സാധിക്കും. അതേപോലെ തന്നെ വളരെ ചെറിയ ചെറിയ ശബ്ദങ്ങളുണ്ട്, 20,000 ഹെർട്സിന് മുകളിലുള്ള ശബ്ദങ്ങളും അതേപോലെ തന്നെ 20 ഹെർട്സിന് താഴെയുള്ള ശബ്ദങ്ങളും നമ്മൾക്കൊരിക്കലും കേൾക്കാൻ സാധിക്കില്ല. അതിനർത്ഥം ആ ശബ്ദങ്ങൾ ഇല്ല എന്നല്ല, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ നമ്മുടെ ഇന്ദ്രിയങ്ങൾ ദുർബലമായതിനാൽ അത് ഒരിക്കലും ഗ്രഹിക്കാൻ സാധിക്കുന്നില്ല. അതുകൂടാതെ നമ്മുടെ മനസ്സും വളരെ ദുർബലമാണ്. കാരണം പരിമിതിയുള്ള ഒരു കാര്യങ്ങളെപ്പറ്റി മാത്രമേ നമ്മുടെ മനസ്സിനെ ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ. അതേപോലെ തന്നെ സ്ഥൂലമായിട്ടുള്ള വിഷയങ്ങളെപ്പറ്റി മാത്രമേ നമ്മുടെ മനസ്സിനെ ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ. സ്ഥൂലമായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി മനസ്സിന് ചിന്തിക്കാനുള്ള കഴിവില്ല. അതുകൊണ്ടും ഈ സത്യങ്ങൾ നമ്മൾക്ക് മനസ്സിലാകുന്നതല്ല. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ മനസ്സ് മറ്റൊന്നിൽ പ്രവേശിക്കുന്ന സമയത്ത് നമ്മൾക്ക് കാര്യങ്ങളെ അറിയാൻ സാധിക്കുന്നില്ല. ഉദാഹരണമായിട്ട് മനസ്സ് ഒരു സമയത്ത് ഒരു കാര്യം മാത്രമേ ചെയ്യുകയുള്ളൂ എന്നുള്ളത് വളരെ സൂക്ഷ്മമായിട്ടുള്ള കാര്യമാണ്. അതായത് ഒന്നുകിൽ അത് കേൾക്കും, അല്ലെങ്കിൽ കാണും, അല്ലെങ്കിൽ മണക്കും, അല്ലെങ്കിൽ സ്പർശിക്കും, അല്ലെങ്കിൽ ചിന്തിക്കും. ഇങ്ങനെയുള്ള 6 കാര്യത്തിൽ ഏതെങ്കിലും ഒരു കാര്യം മാത്രമേ മനസ്സിന് ഒരേ സമയത്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഉദാഹരണമായിട്ട് മനസ്സ് കാണുകയാണെങ്കിൽ അതിന് ആ സമയത്ത് ഒരിക്കലും കേൾക്കാൻ സാധിക്കില്ല. ഇത് വളരെ സൂക്ഷ്മമായിട്ടുള്ള അവസ്ഥയാണ്. ഇത് വളരെ വേഗത്തിൽ സംഭവിക്കുന്നത് കൊണ്ടാണ് നമ്മൾക്ക് ഒരേ സമയത്ത് കാണുക, കേൾക്കുക, മണക്കുക, സ്പർശിക്കുക തുടങ്ങിയവ ഒരേ സമയത്ത് നടക്കുന്നത് പോലെ നമ്മൾക്ക് തോന്നുന്നത്. പക്ഷേ ഇതൊരു ഭ്രാന്തിയാണ്. 6, അതിസൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങളെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നില്ല. അതിനർത്ഥം ആ കാര്യങ്ങൾ ഇല്ല എന്നല്ല, പക്ഷേ വളരെ സൂക്ഷ്മമായതുകൊണ്ട് അത് കാണാൻ സാധിക്കുന്നില്ല. ഉദാഹരണമായിട്ട് ബാക്ടീരിയ ഇഷ്ടം പോലെ നമ്മൾക്ക് ചുറ്റും ഉണ്ട്, പക്ഷേ അത് വളരെ സൂക്ഷ്മമാണ്, നമ്മൾക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നില്ല. അതിനർത്ഥം അത് ഇല്ല എന്നല്ല. അതേപോലെ തന്നെ നമ്മളുടെ മനസ്സ് വളരെ സൂക്ഷ്മമായിട്ടുള്ള അവസ്ഥയിൽ മാത്രമേ ഈ പുനർജന്മത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾക്ക് മനസ്സിലാകുകയുള്ളൂ. അത് വളരെ സൂക്ഷ്മമായിട്ടുള്ള അവസ്ഥയാണ്. 7, നമ്മൾ വെറുതെ ജനിക്കുകയാണ് എന്ന് പറയുന്ന നാസ്തികൻ, അല്ലെങ്കിൽ കാരണങ്ങളില്ലാതെയാണ് നമ്മൾ ജനിക്കുക എന്ന് പറയുന്ന ആ നാസ്തിക ബുദ്ധി തീർച്ചയായിട്ടും ഉപേക്ഷിക്കേണ്ടതാണ് എന്ന് ആയുർവേദം പറയുന്നു. അതിനേക്കാൾ വലിയ പാപം ഇല്ല എന്നാണ് പറയുന്നത്. കാരണം നാസ്തികന് പരീക്ഷയില്ല, പരീക്ഷിക്കേണ്ട വസ്തുവില്ല, കർത്താവില്ല, കർമ്മമില്ല, കർമ്മഫലമില്ല, ആത്മാവില്ല, ഒന്നും തന്നെ ഇല്ല. എന്തോ ചില കാരണങ്ങളാൽ ചിലത് കൂടിച്ചേരുന്ന സമയത്ത് ഒരു ജീവൻ വരുന്നു എന്നാണ് പറയുന്നത്. ഇത് തീർത്തും തെറ്റായിട്ടുള്ള കാര്യമാണ് എന്നാണ് ആയുർവേദം പറയുന്നത്. അതിനാൽ യുക്തിവാദികളുടെ വാദത്തെ പരിപൂർണമായിട്ടും ഉപേക്ഷിക്കണം എന്ന് ആയുർവേദം പറയുന്നു. കാരണം നമ്മുടെ ബുദ്ധിക്കും യുക്തിക്കും ഒരു അതിരുണ്ട്. ഈ കാര്യങ്ങൾ അതിനേക്കാളും വളരെ സൂക്ഷ്മമായിട്ടുള്ള കാരണം നമ്മൾക്കൊരിക്കലും അതിനെ മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. 8ാമത്തെ കാര്യം, ഈ ലോകത്തിൽ 2 കാര്യങ്ങൾ ഉണ്ട് എന്നാണ് ആയുർവേദം പറയുന്നത്. അതായത് സത്തും അസത്തും. അതായത് നിലനിൽപ്പ് ഉള്ളതും നിലനിൽപ്പ് ഇല്ലാത്തതും. നമ്മുടെ ശരീരം, മനസ്സ് ഇവ എല്ലാം തന്നെ അസത്താണ്. അതായത് നിലനിൽപ്പിൽ ഇല്ലാത്തതാണ്, നിത്യമല്ലാത്തതാണ്. ഉദാഹരണമായിട്ട് നമ്മുടെ ശരീരം എന്ന് പറയുന്നത് അസത്താണ്. അതായത് ഇത് മാറിക്കൊണ്ടിരിക്കുന്നതാണ്, നിത്യമല്ല. അതേപോലെ തന്നെ കണ്ണ്, മൂക്ക്, വായ തുടങ്ങിയവയിൽ വരുന്ന രസങ്ങളും നമ്മുടെ ചിന്തകളും ഇതെല്ലാം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ മാറാത്ത ഒരു കാര്യം ഈ ലോകത്തിൽ എല്ലാം ഉണ്ട്. അതിനെയാണ് നമ്മൾ ഈശ്വരൻ, പരമാത്മാവ്, അള്ളാഹു എന്നെല്ലാം വിളിക്കുന്നത്. അത് എന്നും നിത്യമാണ്, സത്തായിട്ടുള്ള കാര്യമാണ്. അതായത് 2 കാര്യങ്ങൾ ഈ ലോകത്തുണ്ട്, നിത്യവും അനിത്യവും. ശരീരവും മനസ്സും ഇന്ദ്രിയങ്ങളും എല്ലാം തന്നെ അനിത്യമാണ്. എന്നാൽ നിത്യമായിട്ടുള്ള വസ്തു എന്ന് പറയുന്നതാണ് ഈശ്വരൻ അല്ലെങ്കിൽ ആത്മാവ് എന്നാണ് പറയുന്നത്. 9, 4 പരമാർത്ഥ സത്യങ്ങൾ ഉണ്ട്. അതായത് ശരീരത്തിനെ സംബന്ധിച്ചിട്ടുള്ള സത്യം, മനസ്സിനെ സംബന്ധിച്ചിട്ടുള്ള സത്യം, അതേപോലെ തന്നെ മനോവൃത്തികളെ സംബന്ധിച്ചിട്ടുള്ള സത്യം, അതേപോലെ തന്നെ നിർവ്വാണത്തെക്കുറിച്ചിട്ടുള്ള സത്യം. അതായത് ഈ ശരീരം എന്ന് പറയുന്നത് നോക്കുന്ന സമയത്ത് സ്ഥൂലമാണെങ്കിലും ഇത് പഞ്ചഭൂതങ്ങളെ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള വളരെ സൂക്ഷ്മമായിട്ടുള്ള ഒരു സാധനമാണ്. അതേപോലെ തന്നെ മനസ്സിന് ബുദ്ധി, ചിത്തം, അഹങ്കാരം തുടങ്ങിയ പലവിധ കാര്യങ്ങൾ ഉണ്ട്. അതേപോലെ തന്നെ പല വിധത്തിലുള്ള മനസ്സുകൾ ഉണ്ട്.
121 തരത്തിലുള്ള മനസ്സുകൾ ഉണ്ട്. അതേപോലെ തന്നെ 52 തരത്തിലുള്ള മനോവൃത്തികൾ ഉണ്ട്. ഇതിനപ്പുറത്തായിട്ടുള്ള പരമാർത്ഥ സത്യം എന്ന് പറയുന്നത് നിർവ്വാണം അല്ലെങ്കിൽ മുക്തി, മോക്ഷം എന്ന് പറയുന്ന അവസ്ഥയാണ്. ഈ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ പുനർജന്മത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾക്ക് മനസ്സിലാകുകയുള്ളൂ. 10. പുനർജന്മം ഉണ്ട് എന്ന് പറയാനുള്ള പരീക്ഷ അല്ലെങ്കിൽ അതെങ്ങനെയാണ് ആയുർവേദം പറയുന്നത്? അതിന് 4 കാര്യങ്ങളാണ് പറയുന്നത്. ആപ്തോപദേശം, പ്രത്യക്ഷം, അനുമാനം, യുക്തി. ഇവിടെ ആപ്തോപദേശം എന്ന് പറയുന്നത് തപസ്സുകൊണ്ട് ഏതൊരു വ്യക്തി മുക്തനായോ ആ വ്യക്തിയുടെ ഉപദേശം അത് എപ്പോഴും സത്യമായിരിക്കും. കാരണം ആ വ്യക്തിക്ക് ഒട്ടും തന്നെ രാഗദ്വേഷങ്ങളില്ല, നുണ പറയേണ്ട ആവശ്യമില്ല. പ്രത്യക്ഷം എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങളും മനസ്സും ശബ്ദാദി വിഷയങ്ങളും ഒന്നിച്ചു ചേർന്നാൽ മാത്രം പോരാ, അവിടെ ആത്മാവ് അവിടെ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾക്ക് കാര്യങ്ങൾ പ്രത്യക്ഷമായിട്ട് അറിയുകയുള്ളൂ. അനുമാനം എന്ന് പറയുന്നത് തീയുണ്ടെങ്കിൽ പുകയുണ്ടാകും, അതേപോലെ തന്നെ വിത്തുണ്ടെങ്കിലേ ഫലമുണ്ടാകുള്ളൂ എന്നുള്ള സിദ്ധാന്തമാണ്. അതായത് കർമ്മം ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കർമ്മത്തിൻ്റെ ഫലം ഉണ്ടാകും എന്നുള്ള ആ സിദ്ധാന്തം. യുക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യകാരണങ്ങളെ അറിയുന്ന ഒരു കാര്യം. അതായത് ഒരു സസ്യം ഉണ്ടാകണമെങ്കിൽ വിത്ത്, അതേപോലെ തന്നെ ഋതുക്കൾ, അതേപോലെ തന്നെ ഭൂമി, ഇവയെല്ലാം ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ശരിയായിട്ടുള്ളൊരു സസ്യം ഉണ്ടാകുകയുള്ളൂ എന്ന് നമുക്ക് അറിയാവുന്നതാണ്. ഇതിനെ യുക്തി എന്ന് പറയുന്നു. അതിനാൽ ആയുർവേദം പറയുന്നത് പ്രാണനെ നമ്മൾ രക്ഷിക്കാൻ നോക്കണം, രണ്ടാമത് ധനത്തെ നമ്മൾ സമ്പാദിക്കാൻ നോക്കണം, അതുകൊണ്ട് നമുക്ക് പ്രാണനെ നിലനിർത്താൻ സാധിക്കും. മൂന്നാമതായിട്ട് നമ്മൾ നല്ല കാര്യങ്ങൾ കൂടുതലായിട്ട് ചെയ്യണം. അതായത് അഹിംസ, ഒരു ജീവികളെയും കൊല്ലരുത്, മോഷ്ടിക്കരുത്, വ്യഭിചരിക്കരുത്, നുണ പറയരുത്, ലഹരി പദാർത്ഥങ്ങൾ ഒന്നും തന്നെ ഉപയോഗിക്കരുത്. അതുകൂടാതെ പാപങ്ങൾ ഒന്നും തന്നെ ചെയ്യരുത്, പുണ്യങ്ങൾ വർദ്ധിപ്പിക്കണം. കാരണം നമ്മൾക്ക് അടുത്ത ഒരു ജീവനിലേക്ക് പോകേണ്ടതുണ്ട്. അതിനാൽ സത്കർമ്മങ്ങൾ നമ്മൾ കൂടുതൽ സമ്പാദിക്കണം. അതേപോലെ തന്നെ പാപകർമ്മങ്ങളെ നമ്മൾ ഇല്ലാതാക്കുകയും വേണം. അതുകൂടാതെ മുക്തി, മോക്ഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ പരിപൂർണമായിട്ടും ഈ സമയത്ത് തന്നെ പരിശ്രമിക്കണം എന്നാണ് ആയുർവേദം ഉപദേശിക്കുന്നത്. അതിനാൽ പുനർജന്മം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ആയുർവേദത്തിന് ഒരു തരത്തിലുള്ള സംശയവും ഇല്ല.